മാമിനെ പറ്റി പറയുമ്പോൾ എല്ലാ ആളുകളും എടുത്തു പറയുന്ന സിനിമയാണല്ലോ അവളുടെ രാവുകൾ. ഇപ്പൊ കമൽ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് കമൽ സാറും ഐവി ഒരു ചെറിയ ചോദിച്ചു വാങ്ങിച്ചാണ് എനിക്കൊരു എന്തെങ്കിലും എനിക്കൊന്ന് ഒന്നും നടക്കട്ടെ, ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നാണ്, അത്രേ ഉള്ളൂ. പുള്ളി ചോദിച്ചു വാങ്ങിച്ചാണ്. എനിക്കറിയണ്ടായിരുന്നില്ല ഇത് പുള്ളി അത് നിങ്ങൾ ജനിച്ചേ കാണില്ല, എന്നിട്ടല്ലേ ബാക്കി പറയാ. ഞാൻ വിചാരിച്ചിരുന്നത് പാരലിലൊക്കെ കുറെ പടം ഷൂട്ട് ചെയ്യായിരുന്നല്ലോ അഭിഷേക് സാർ. ഒരേ സിനിമ 2-3 സിനിമകളൊക്കെ ഒരുമിച്ച് ചെയ്ത സമയമുണ്ടല്ലോ. അങ്ങനെ കമൽ സാറിന്റെ കൂടെ പടം ചെയ്തല്ല, ഞങ്ങള് അനുമോദനം എന്ന് പറഞ്ഞ പടം എന്തോ ചെയ്തോണ്ടിരുന്നു. അപ്പോഴാണ് ഈ പടത്തിന് ഗ്യാപ്പിൽ ഈ അവളുടെ രാവുകൾ കാലിക്കറ്റിൽ ചെയ്തു. അപ്പം കയറി വന്നപ്പോൾ എനിക്ക് ശശി ഒരു ഷോട്ട് എന്തോ അങ്ങനെ ചെയ്താണ് ആ പടം പുള്ളിക്കാരൻ. മാം, ഈ അംഗീകാരം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ മാം, അതിനെനിക്കൊരു ഡെഫിനേഷൻ പോലെ തോന്നിയിട്ടുണ്ട് മാമിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അഭിഷേക് സാറിനോട് ആളുകൾ ചോദിക്കുന്നു. എത്ര വയസ്സായി? ഞാനിത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. 28 വയസ്സ്. 28 വയസ്സ്. പടം ഇറങ്ങി 47 കൊല്ലമായി. ഞാൻ ആ പടം തേടിപ്പോ ഒരു കാരണം അത് ഞാൻ പറഞ്ഞുതരാം. ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അഭിഷേക് സാറിനോട് ആളുകൾ പറഞ്ഞിരുന്നു അത്ര, ഒരു ഡാൻസർ വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ഷൂട്ട് ചെയ്യണേ എന്നുള്ളത്. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ MT സാറിനെ മാം കാണാൻ പോയപ്പോൾ MT സാർ മാമിനോട് പറയാണ്, നിന്നെ പോലത്തെ ആളുകൾ അഭിനയിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോ സ്ക്രിപ്റ്റ്. അതല്ല വലിയൊരു അംഗീകാരമല്ല, ഭയങ്കര ഇത് എന്തൊക്കെയോ ഇപ്പൊ പറയുന്നില്ലേ, ഞാൻ വീടും കോന വീടെന്നൊക്കെ. ഇതെനിക്ക് കിട്ടിയിരിക്കുകയാണ് പുള്ളിന്റെ അടുത്തുനിന്ന്. അതാണ് മാം ഒരു ഗ്രോത്തിനൊരു ഭയങ്കര ഇതല്ലേ, ഭയങ്കര സാഷ്ടാംഗമായിട്ട് കാലിൽ വീണ് അങ്ങ് നമസ്കരിച്ച്, എനിക്ക് ഇനി ഒരു അവാർഡും വേണ്ട സർ ചേട്ടാന്ന് പറഞ്ഞ്. ഞാൻ ഈ പടം തേടിപ്പോയ കഥ ഞാൻ പറഞ്ഞുതരാം മാം. ഞാൻ എപ്പോഴും ഏത് പടം? അവളുടെ രാവുകൾ. ഈ നാടോടിക്കാറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും അവളുടെ രാവുകൾ 17 വട്ടം കണ്ടു എന്ന് പറയുന്ന സമയത്ത് ആളുകൾ ചിരിക്കും, അതൊരു കോമഡി സീനാണല്ലോ. അപ്പം എന്താണ് ഈ അവളുടെ രാവുകളിൽ ഇത്ര കാര്യം ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ സത്യം പറഞ്ഞ അവളുടെ രാവുകൾ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ശ്രീനിവാസൻ പറയുന്ന സാർ പറയുന്ന സീനിൽ ചിരി തോന്നിയിട്ടില്ല. കാരണം ആ പടം അങ്ങനെ ചിരിക്കേണ്ട ഒരു പടമായിരുന്നില്ല, അതൊരു ഐക്കോണിക് പടമാണ്. അല്ല, ചിരിച്ചത് അതിനല്ല, നിങ്ങൾ പടം കണ്ട തെറ്റായിപ്പോയി. നാടോടി കാറ്റില് ചിരിച്ചത് എന്താന്ന് വെച്ചാൽ 17 തവണ കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ വെക്കും പുള്ളി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും ആ കൈയിനെ, അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ചിരിയാണ്, അല്ലാതെ പടത്തിനെ കുറിച്ചുള്ള ചിരിയല്ല അത്. തെറ്റായിട്ട് ഇനി ഒരു പ്രാവശ്യം പോയി നാടോടി കാറ്റ് കണ്ടിട്ട് എന്നിട്ട് വേണം ചോദിക്കാനും. ഓക്കെ, അടി വാങ്ങിക്കും. ആൻഡ് ആ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പടത്തിന് മലയാളത്തിൽ ആദ്യമായിട്ട് രണ്ടാമത്തെ തവണ A സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഒരു കിസ്സിങ് സീനില്ല, ഒരു ഹഗ്ഗില്ല, ഒരു മോശമായിട്ടുള്ള രംഗവും ഇല്ല. എന്നിട്ടും ആ പടത്തിൽ അന്ന് ആളുകൾ മനസ്സിലാക്കിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ആര് പറഞ്ഞു മനസ്സിലാക്കിയില്ല? സെൻസർ സർട്ടിഫിക്കറ്റ് A കൊടുത്തതേ. അതിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് ആ പടം ആളുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഉറപ്പായിട്ടാണ് പറയുന്നത്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു ആ പടം. അതെ, നല്ല മെസ്സേജാണ്. ഇപ്പോഴും എല്ലാവരും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അവളുടെ രാവുകളിലെ രാജിയെ പറയുള്ളൂ. ഇപ്പോഴും ഡയറക്ടറും അത് തന്നെയല്ലേ? ഫോണിൽ വിളിക്കുമ്പോൾ അതും കേട്ടാ പണ്ടാണ്. ശരി, ഓക്കെ. സീമ ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന പാട്ട് അതെ. അല്ല, ഈ ഇത്രയും കൊല്ലമായിട്ട് ആ പാട്ട് മറന്നില്ലല്ലോ ആരും മറക്കില്ല. അപ്പം രാജിയെ മലയാളിക്ക് മറക്കാൻ പറ്റില്ല. ഈ കബീർ പൊന്നമ്മ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, രാജിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ ആയിപ്പോയായിരുന്നു. അപ്പൊ ആ പടം ആ സമയത്ത് ആളുകൾ എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ EV ശ്രീധരൻ എന്നുള്ളൊരു വിമർശകൻ ആ സമയത്ത് അവളുടെ രാവുകളെ പറ്റിയിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു റിലീസായ സമയത്ത്. അദ്ദേഹമാണ് അവളുടെ രാവുകൾ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചല്ലോ മാം. ആണോ? പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവതാരിക എഴുതിയിട്ടുള്ളത് അന്ന് വിമർശിച്ചെഴുതിയ EV ശ്രീധരനാ. അതിന്റെ ഹെഡിങ് ഖേദപൂർവം എന്നാണ്, അന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ്. ഗുഡ്, താങ്ക് യു സർ. ഓക്കെ, അടുത്തതായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഏറ്റവും അധികം ഐക്കോണിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന ഒന്നാണ് ആൾക്കൂട്ടത്തിൽ തന്നെയല്ല അമ്മുക്കുട്ടി. ഈ അമ്മുക്കുട്ടി ഒരുപാട് സ്ഥലത്ത്
കരയുന്നുണ്ടല്ലോ, ഏതെങ്കിലും സ്ഥലത്ത് സീമ എന്നുള്ള പെർഫോമർ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ശശിയേട്ടൻ്റെ ഒരു ഇത്. ശശിയേട്ടന് അങ്ങനെ ഒരു ഇതുണ്ട്. ഗ്ലിസറിൻ ഒഴിച്ചാൽ അതെല്ലാം ഇവിടെയൊക്കെ ഒഴുകും, ഇവിടെ നീ എന്തോ പുഴ വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. നീ നാച്ചുറലായിട്ട് കരയണം. ഞാൻ പറഞ്ഞു കരച്ചിൽ വരണ്ടേ ശശിയേട്ടാന്ന് ചോദിക്കും ഞാൻ. അല്ല, നീ കരയണം. ഈ പണിയിലും കൂടി ഞാൻ അങ്ങനെ ഒന്നും ഗ്ലിസറിനൊന്നും ഇട്ടിട്ടില്ല. ചിലപ്പം ഗ്ലിറ്റർ വരുമ്പോൾ അത് ഞാൻ ഇതാക്കും. ആ സിനിമയിൽ തന്നെ കണക്ക് തീർക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാശിന്റെ കെട്ടെടുത്തിട്ട് ഇങ്ങനെ എറിയുന്നൊരു സീനുണ്ട്. അതെ, ആൾക്കൂട്ടത്തിൽ. അതെ. അത് കഴിഞ്ഞിട്ടൊരു കരച്ചിലുണ്ട്. എനിക്കത് മനസ്സിലായി. ഞാൻ അങ്ങനെ കരയുന്ന ആളുകളെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ വിങ്ങി 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 കരയുക. അതിങ്ങനെ അങ്ങനെ ആവുമല്ലോ, ഗദ്ഗതം പോലെ. ആ കരച്ചിലൊക്കെ ആ സമയത്ത് അങ്ങനെ വരുന്നതാ? അത് ശശിയേട്ടൻ എൻ്റെ അടുത്തുനിന്ന് വരുത്തിക്കുന്നതാണ്, അല്ലാതെ ഇത് ഞാനായിട്ടൊന്നും ചെയ്യുന്നല്ല. എനിക്ക് അത് എൻ്റെ ഗോസ് ടു താങ്ക്സ് ശശിയേട്ടൻ. പണിയുടെ അകത്തെ അഭിനയ എന്നുള്ളൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അവർ കുറച്ച് സ്പെഷ്യലി ഏബിൾഡ് ആണ്, അവർക്ക് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. പക്ഷേ ആ കുട്ടീനെ പോലെ ഒരു ക്ലവർ ഞാൻ കണ്ടിട്ടില്ല. ദൈവം എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിലും ഇനി ഒന്ന് കൊടുക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കഴിവാണത്. ഇങ്ങനെ ഈ മൈൻഡിൽ എങ്ങനെയാണ് കയറ്റുന്നതെന്ന് അറിയുന്നില്ല. അതായത് ക്യാമറേൻ്റെ അടുത്ത് അസോസിയേറ്റ് ആരെങ്കിലും നിന്നാൽ നമ്മൾ പറയുന്ന ഡയലോഗിന് അടുത്ത് പുള്ളി ഇങ്ങനെയാക്കി ആ ഡയലോഗ് പറയും. എനിക്ക് അത് ഭയങ്കര ഒരു കുട്ടിയുടെ കഴിവാണത്. ഞാനിത് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ബ്യൂട്ടിഫുള്ളാണത്. എനിക്ക് മനസ്സിലായില്ല എനിക്ക് എങ്ങനെയാണെന്ന്. പുള്ളി എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നോക്കി നോക്കി പറഞ്ഞിട്ട് വായ നോക്കി പറഞ്ഞിട്ട് എഴുതുകയാണ്. അപ്പം ഇവർ എഴുതി തരും, അസോസിയേറ്റ് എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ. ഇത് വായിച്ചിട്ടാണ് കുട്ടി പറയുന്നത്. അപ്പം ഞാൻ അവരുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. ആ അമ്മ ഇപ്പം മരിച്ചു എന്ന്, പാവം. ആ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം, പക്ഷെ ആക്ച്വലി തമിഴാണ് ആ കുട്ടി. സെറ്റിൽ ഡൗൺ ഹൈദരാബാദ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് തമിഴ് പഠിപ്പിച്ചില്ല എന്ന് ചോദിച്ചു ഞാൻ ഈ കുട്ടിക്ക്. അല്ല മാഡം, അത് ഒരുപാട് ഭാഷകൾ പഠിച്ച കൺഫ്യൂഷനായി പോവും, അപ്പോൾ ഒറ്റ ഇതിൽ വേണം ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞവർ. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര കഴിവാണത്. ഞാൻ ഇങ്ങനെ നോക്കുക കുട്ടീൻ്റെ തന്നെ. ഞാൻ പിന്നെ സെറ്റിൽ പോയാൽ വെളിയിൽ അങ്ങനെ ഇരിക്കില്ല, സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കും. അത് ജോജി സാറിൻ്റെ ചോദിച്ചറിയാം. ഈ കുട്ടി എങ്ങനെ അത് എടുക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ. കഴിവാണ് ആ കുട്ടി. ഹാറ്റ്സ് ഓഫ്. എന്തെങ്കിലും നന്നായി അഭിനയിച്ചിട്ടുണ്ട് അതിൽ. സിനിമയുടെ ശേഷം, ഷോട്ടിന് മുമ്പ് ശേഷമൊക്കെ അഭിനയോട് സംസാരിക്കാനൊക്കെ നോക്കിയിരുന്നോ മാം? എൻ്റെ അടുത്തല്ലേ വന്നിരിക്കുന്നേ. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ജോജി സാറിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ അമ്മയല്ല, എൻ്റെ അമ്മയാണിത്. ദി കളർ ഓൾ മൈൻ, നോട്ട് യു എന്നൊക്കെ പറയും. ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് ലൊക്കേഷനിൽ പോകുമ്പോൾ മാം ഒരു ബോണ്ട് ഉണ്ടാക്കുമല്ലോ, അവരുടെ ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുമല്ലോ. അത് ശരിക്കും ഷൂട്ടിംഗ് പ്ലേസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ അത് ചെയ്യുന്നത്? എപ്പോഴും ഇത് ആളുകൾ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഞാൻ എവിടെയായിരുന്നേ? ഇവിടെ ഇരുന്നു. എന്തിനാ ഇവിടെ ഇരുന്നേ? നിങ്ങൾ വന്ന് കാത്തിരുന്ന് നിങ്ങളെ കാപ്പിച്ചിട്ട് ഞാൻ വന്ന് പതുക്കെ വന്ന്, ഇതല്ലല്ലോ അതിൻ്റെ ഇതൊരു എക്സാമ്പിൾ അല്ലേ? നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം അവരുടെ കൂടെ അവർ ബ്ലിങ്ക് ചെയ്ത് അവിടെ ഇരുന്നാലേ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഒരു ഫാമിലി ആയിട്ട് തോന്നിക്കുള്ളൂ. അല്ലാതെ ഞാൻ പോയി എനിക്ക് ഒന്നാമത്തെ ഈ കാരവൻ ഇഷ്ടമല്ല. കാരവനിൽ പോയി ഇരുന്നിട്ട് ഞാൻ ഒന്നും ഇതാക്കില്ല. അവരുടെ പറയൂ, ഞാൻ കാരവൻ വേണ്ട, എനിക്ക് ഇതെങ്കിലും റൂം താന്നേ പറയുള്ളൂ ഞാൻ. അത് നമ്മളുടെ എൻ്റെ സ്കൂൾ അതായിരുന്നു. ഇപ്പം ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ തനിയനൊക്കെ മമ്മൂക്ക ഞാനൊക്കെ ഒരു കട്ടിലിങ്ങ് കിടക്കും. അന്നൊന്നും കാരവനൊന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റും ഒരു റൂമിലായിരുന്നു. ഇപ്പോൾ മധ്യരാത്രി എന്ന് പറഞ്ഞ പടത്തിൽ 9 ആർട്ടിസ്റ്റാണ് ഒരു റൂമിലിരുന്നത്. മമ്മൂക്ക, ലാലു അലക്സ്, ക്യാപ്റ്റൻ രാജു, മണിയമ്പിള്ള രാജു, രവീന്ദ്രൻ, കുഞ്ചേട്ടൻ, ശങ്കർ, ഇനി ഒരാളും കൂടി, അത് ഓർക്കുന്നില്ല ഞാൻ. അങ്ങനെ 9 പേര് ഒരു റൂമിലാണ് കിടക്കുന്നത്. അവരവർക്ക് എല്ലാവർക്കും റൂം ഉണ്ട് താനും, പക്ഷേ കിടക്കുന്നത് ഒറ്റ റൂമിലാണ് കിടക്കുന്നത് എല്ലാവരും. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. മിസ് ചെയ്യുന്നുണ്ടോ? അത് അവരോട് ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നേ. കാലം മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഞാൻ പോയാലല്ലേ മിസ് ചെയ്യാൻ. അഭിനയിക്കുന്നില്ലല്ലോ ഞാൻ. വല്ലപ്പോഴും പോവും.
ജോയ് സാറിൻ്റെ ചോദിച്ചാൽ അറിയാം, അവിടെ സെറ്റിൽ അവിടെ എങ്ങനെ ഇരിക്കും ഞാൻ, അത്രേ ഉള്ളൂ. ഈ തഗ് ലൈഫ് എവിടുന്നാ വരുന്നത്? ഇങ്ങനെ കുറുക്ക് കൊള്ളുന്ന മറുപടി വരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് നേരെ റിവേഴ്സ്, അതെങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ, അത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഐ.വി. ശശി സാർ. 17 ശേഷം അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അത് നമുക്ക് വല്ലാത്ത മിസ്സിങ് ഉണ്ട്. കാരണം ആൾക്കൂട്ട സിനിമകൾ, വലിയ സിനിമകൾ, മലയാളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് പോലത്തെ സിനിമകൾ അത് നമുക്ക് കിട്ടുന്നില്ല. സീമ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു നഷ്ടത്തിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന് നഷ്ടമായില്ലല്ലോ, അങ്ങനെ ഉണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ നഷ്ടമാവുന്നത്? എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വിചാരിച്ചാൽ പോരെ. എവിടെയോ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ദുബായ്, എപ്പോൾ നോക്കിയാലും ദുബായും അവിടെ ഇവിടെയൊക്കെ പോകും. ഷൂട്ടിങ്ങിന് 10-30 ദിവസമൊക്കെ പോയിരിക്കും. അതുപോലെ ഒരു ഫീലിംഗ് അത്രേ ഉള്ളൂ. തീരെ സംസാരിച്ചിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? എത്ര ദിവസം നോക്കി ഇതൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ? ഞാൻ പറയാം. മാമിൻ്റെ ഈ ആൾക്കൂട്ടത്തിൽ തന്നെ എന്നുള്ള സിനിമയില്ലേ, അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയോട്, എന്തിനാണ് എപ്പോഴും ഈ പടം കാണിക്കുന്നത്? അമ്മനെ അന്വേഷിച്ചെന്ന് പറയണേ. യെസ്. അപ്പോൾ അമ്മ പറയുന്നത്, നോക്കുമ്പോൾ ആ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. അച്ചാച്ചൻ വെച്ചിട്ട് ആ വീട്ടിലെ സ്വത്ത് ആവശ്യമുണ്ട്. ഈ മമ്മൂക്കും അവരുടെ വൈഫിനും ഈ ബന്ധം അവസാനിപ്പിച്ച് 2 വഴിക്ക് പോകണം, അവരുടെ ആവശ്യമുണ്ട്. പക്ഷെ ആരുടെയും ഒന്നും ആവശ്യപ്പെടാതെ ഒരാളെ കുറേ കാലമായിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരേ ഒരാളുള്ളൂ ഇവിടെ, അത് അമ്മുക്കുട്ടിയാണ്. അമ്മുക്കുട്ടിയെ പോലെ ആവണം നമ്മുടെ ആളുകളെ സ്നേഹിക്കാൻ. ആണ്. വെരി ഗുഡ്, നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു പറയും അമ്മയ്ക്ക്. അപ്പം അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ മാമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ വായിക്കും. ആളുകൾ ഈ പറഞ്ഞ പോലെ മാമിനെ എപ്പോഴെങ്കിലും പറയാൻ ഇങ്ങനെ മിസ്സാക്കൂല. അതായത് മലയാളത്തിലെ മികച്ച നടി വന്നൊക്കെ പറയാൻ പറയും, സീമ ചേച്ചി ഉണ്ട്, സീമ ചേച്ചി താങ്ക് യു, അതൊരു നികത്താൻ പറ്റാത്ത ഒരു പൊസിഷനാണ് എന്നുള്ളതാണ്. ആൻഡ് എവിടെയൊക്കെ നമുക്ക് ഇപ്പൊ പവറും ബ്യൂട്ടിയും ഉള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജീവും വേണം, എന്നാൽ അപ്പുറത്ത് ബ്യൂട്ടിയും വേണം. അതിൻ്റെ രണ്ടിൻ്റെ ഒരു രസമുള്ള മിക്സർ ആയിരുന്നു സീമ എന്ന് പറയുന്നത് പെർഫോമൻസ്. യെസ്. ഓ, എനിക്ക് വാർത്തയിലൊക്കെ കിട്ടില്ല. ഇപ്പൊ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവല്ലേ? ചൂസ് ചെയ്യില്ല, അങ്ങനെ ആരും വിളിക്കുന്നില്ല. ചൂസ് എന്തോന്ന് ചെയ്യാൻ, വിളിച്ചാൽ പോവും, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ചൂസ് ഒന്നുമില്ല, വിളിച്ചാൽ പോവും. എനിക്ക് ഒരു കഥ, ഇപ്പം ജോയ് സാർ വന്നു, കഥാപാത്രം പറഞ്ഞു, അങ്ങനെ വിളിക്കുന്നവരെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ പണിയിൽ വേറെ കുറെ ചെറിയ കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജുനൈസ് ഉണ്ട്, അതുപോലെ തന്നെ സാഗർ ഉണ്ട്. അവരോടൊക്കെ മാമിന് കോമ്പിനേഷൻ സീൻസും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു പുള്ളിക്ക്. അവരെ ഈ കുട്ടികൾ ഈ ബിഗ് ബോസിൽ വന്ന കുട്ടികൾ, അവർക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇത്രേ ഉള്ളോ സീമേച്ചി എന്ന്, ഞാൻ അവനെ അടി മോച്ചില്ല സീമേച്ചി ഇത്രേ ഉള്ളോ എന്ന്. അങ്ങനെ ഒരു പിള്ളേരാണ് അവർക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും, വിളിക്കും. കുട്ടികളല്ലേ എല്ലാവരും, പാവങ്ങളല്ലേ. അത് എൻ്റെ മക്കളെ പോലെയൊക്കെ അല്ലേ. എന്തൊക്കെ അവരോട് സംസാരിക്കുന്നത്? അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഞങ്ങളാണ് പോകുന്നത് ഗ്രൂപ്പ്. ഇവർ ചിലപ്പം എൻ്റെ ചോദിക്കും, ചേച്ചി അവരെ കയറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ കുഴപ്പം, ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അവർ കയറ്റിക്കോളൂ, പിന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ചായ കിട്ടുമോ നോക്കുന്നത്, ഇതായിപ്പോൾ വാങ്ങിച്ചു തരാം, ചായ വാങ്ങിച്ചു തരും. പിന്നെ ആ കടയിൽ എന്തെങ്കിലുമൊക്കെ ബോണ്ട് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സീമേച്ചി ഇത്രയും സീമേച്ചി ചായക്കടലൊക്കെ കുടിക്കാൻ. ഞാൻ പറഞ്ഞു, ചായയല്ലേ കുടിക്കുന്നത് ഇതിൽ. അങ്ങനത്തെ ഒരു കുട്ടികളാണ് ഇവരുടെ അടുത്തൊക്കെ. എന്തോന്ന് ഇതാക്കുന്നത് നമ്മൾ. പക്ഷെ അഭിനയിക്കുമ്പോൾ മാത്രം സീമേച്ചി അഭിനയിക്കുമ്പോൾ വേറെയാണ്. ഞാൻ പറഞ്ഞു, അതിനെല്ലാം വന്നിരിക്കുന്ന ചാപ്പാടല്ലേ എന്ന് പറയും ഞാൻ. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ അഭിനയിക്കണം, കഥാപാത്രത്തിനുള്ളിലേക്ക് എടുക്കണം, കഥാപാത്രത്തിനെ ആവാഹിക്കണം. ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആവാഹിക്കാൻ നമ്മളെന്താ ദൈവമോ വല്ലോ ആണോ, പൂജാരിയാണോ? അല്ല, അങ്ങനെയൊക്കെ പറയില്ലേ, പ്രിപ്പയർ ചെയ്യണം. മാം അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഇവൻ എല്ലാത്തിലും സെറ്റിൽ പോയാൽ ഭയങ്കര ബഹളമായിരിക്കും. ശശിയേട്ടൻ തന്നെ പറയും, മൂഡ് കീപ്പപ്പ്. ഞാൻ പറയും, ശശിയേട്ടാ ക്യാമറമാൻ പോലെ നിന്ന് അഭിനയിച്ചാൽ പോരെ, അപ്പോൾ എന്തിനാണ് മൂഡ് ഇപ്പോഴേ കീപ്പപ്പ് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എം.ടി. സാറിന്റെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച 8 പടം എന്താ ചെയ്തത്? 9 പടം. ആണോ? 9 പടം. ശരി, 9 മാറ്റിയേക്കാം. ഇനി പറയുന്ന എല്ലാവർക്കും 9 ആക്കിയേക്കാം. അത്രയും പടങ്ങൾ ചെയ്തിട്ട് ആളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് മുമ്പേ കിട്ടുക, അല്ലെങ്കിൽ അത് വായിക്കുക, ക്യാരക്ടർ ഇങ്ങനെ പെരുമാറും, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇന്നവരെ അതില്ല, ഇന്നവരെ ഇല്ല.
അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എനിക്ക്. ഈ നീലീനൊക്കെ ചെയ്യുന്ന സമയത്ത് ആരൂഢം ശശിയേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ടേഴ്സാണ് സ്ക്രിപ്റ്റ് എൻ്റെ. ഞാൻ അതല്ലേ ആദ്യമേ പറഞ്ഞത്, ഡയറക്ടേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് നമ്മൾ പറ്റുന്നിടത്തോളം അഭിനയിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല മാം, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, അദ്ദേഹം വളരെ കുറവ് സംസാരിക്കുന്നു എന്നല്ലേ പറയുന്നത്? ശശിയേട്ടനോ? ശശിയേട്ടൻ വീട്ടിൽ മാത്രമേ കുറവായിട്ട്, ഷൂട്ടിങ്ങിൽ കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. ഷൂട്ടിങ്ങിൽ ടൈപ്പേ വേറെയാണ്. ഷൂട്ടിങ്ങിൽ മാത്രമേ ഞാൻ അങ്ങേരെ പേടിക്കുള്ളൂ, വീട്ടിലൊന്നും പേടിക്കില്ല. ഈ മകൻ മലയാള സിനിമയുടെ ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹം സിനിമകൾ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും തെലുങ്കിൽ മലയാളത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ശശി സാറിന്റെ മകൻ ടാലന്റ് എന്തായിരിക്കും അറിയാൻ മലയാളികൾക്ക് നല്ല ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. എപ്പോഴാ മകന്റെ ഒരു മലയാള സിനിമ ഉണ്ടാവും? എനിക്കറിയില്ല, അത് അവൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. ഒന്നും ഷെയർ ചെയ്യില്ല? ഞങ്ങൾ അങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല. ശശിയേട്ടൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ ഞാൻ അതുപോലെ തന്നെ മോൻ്റെ അടുത്തുള്ളത്. എന്താ, എവിടെയാ, എന്ത് കഥയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യില്ല. അവൻ വന്നാൽ എനിക്ക് അവൻ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് അവന് നല്ല ചാപ്പാട് കൊടുക്കണം, അവനെ ഹാപ്പി ആക്കി വയ്ക്കുക, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത മുഴുവൻ. അല്ലാതെ ഏത് പടം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവരെന്ത് പറഞ്ഞു, അവരെന്ത് ഒന്നുമില്ല. അവൻ ഐ വി ശശിൻ്റെ സീമേൻ്റെ മോനാണെന്ന് പോലും അവൻ പറയില്ല എവിടെയും. ഇതാണ് അവൻ്റെ ഒരു സ്വഭാവം. സ്വന്തമായിട്ടൊരു ലേബൽ ഉണ്ടാക്കണം അങ്ങനെയല്ല, അങ്ങനെ ഒരു അവൻ പണ്ട് തൊട്ടേ ഇവൻ മോളും അതെ. ഐ വി ശശിൻ്റെ സീമേൻ്റെ മോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ, അല്ലാതെ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞു നടക്കില്ല അവർ. ഈ മാം ആളുകളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കഥകൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് മാം ഒരു സിനിമയുടെ സ്ഫോടനത്തിന് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു, നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായെന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടി ഭയങ്കര റയർ ആയിരിക്കില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ജയേട്ടനൊക്കെ നമ്മൾ കാണുന്നു, ജയേട്ടന് ആ ഒരു രീതിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണെ കുറച്ച് കാണുന്നത് സുഖമായിട്ടന്നെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ മമ്മൂക്കേൻ്റെ രീതി വേറെയായിരുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരങ്ങേരെന്ന് ചോദിച്ചു. പുള്ളി മമ്മൂട്ടി എന്നാണ് പേര്, ഒരു ഇതിൽ ഒരു കഥാപാത്രം ചെയ്യുന്നു, മിക്കവാറും സീമൻ്റെ ഒക്കെ പാരായിരിക്കും എന്നൊക്കെ. ആ പുള്ളി ഇരുന്ന രീതി എനിക്കിഷ്ടമായി. ഒരു കാലിൻ്റെ മുകളിൽ കാലിട്ട് അങ്ങനെ ഒരു ഇതിൽ സ്റ്റൈൽ. ഞാൻ നേരെ പോയി, ഞാൻ സീമ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി കേട്ടാ എന്ന് പറഞ്ഞ് വന്നു. ഇത്രയുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പോയി കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യുമോ? ഇപ്പം നിങ്ങളുടെ അടുത്ത് വയസ്സ് ചോദിച്ചില്ല, എന്തിനാ ചോദിച്ചേ? എനിക്ക് വല്ല ആവശ്യമുണ്ടോ വയസ്സ് ചോദിക്കാൻ? ഇല്ല ഇല്ല ഇല്ല, അത്രേ ഉള്ളൂ. എന്താ എന്താ അത്രേ ഉള്ളൂ. ഇപ്പോൾ ആളുകൾ സീമ ചേച്ചിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ട് കഥ പറഞ്ഞാൽ മതിയോ? എന്താ പടം എടുക്കാൻ പോകുന്നു? അല്ല, ഞാൻ പറയാ ഇപ്പൊ എന്തായാലും വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല. അല്ല, ഞാൻ പറയുന്നത് അപ്രോച്ച് അങ്ങനെ തന്നെ മതിയോ? എങ്ങനെ മതിയോ? ജോജു ചേട്ടൻ വരുന്നത് പോലെ വരിക, കഥ പറയുക. അങ്ങനെ ജോജു സാറിനെ വിട്ടേക്ക്, ജോജു സാറിന്റെ രീതി അതായിരുന്നു. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ വന്ന് വിളിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ സീമേച്ചി പടം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുണ്ട്, നാട്ടിൽ നിന്നൊക്കെ വരുമായിരിക്കും. അങ്ങനെ ഇപ്പം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഈ ആളുകൾക്ക് ഇപ്പോഴും വലിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെയാണ് ചേച്ചിയുടെ അടുത്ത്. ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയാം. ഈ ആളുകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കഥാപാത്രങ്ങളുടെ പേരിട്ടിട്ട് വിളിക്കുന്നു. എയർപോർട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ആളുകൾ പല ആളുകൾ എന്താ പറയാ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. അപ്പം ഈ ആളുകളുടെ ഒരു ഇഷ്ടം, അല്ലെ ആളുകളുടെ ഒരു സ്നേഹം, അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയാ ഇടയ്ക്കൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പടത്തിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ മകനെ നോക്കാനൊക്കെ. അപ്പൊ സിനിമയോട് അങ്ങനെ ഭയങ്കര പാഷൻ, അങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതോ സിനിമയോടുള്ള മാമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? സിനിമ എന്നുള്ളത് എൻ്റെ ചോറാണ്. അതിനെ പുച്ഛിക്കാനോ അതിനെ ഇതാക്കാനോ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. മക്കളൊക്കെ നോക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ സിനിമ എന്നുള്ളത് എൻ്റെ ചോറിനെ കവിഞ്ഞിട്ട് ഞാനൊന്നും തെറ്റായിട്ട് അതിനെ ഭാവിക്കുകയില്ല. മാമിനോട് ഭയങ്കര വലിയ ബഹുമാനമുള്ള മറ്റൊരു ഏരിയ കൂടിയുണ്ട് എനിക്ക്. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു എന്തെങ്കിലും ചെയ്തത് പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്തത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മാം ഐ വിശേഷതയും കൂടിയിട്ട്
അനു എന്റർപ്രൈസസും അതുപോലെ ആരോഹമൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിനൊരു ഡിപ്പ് വന്നിരുന്നു. അപ്പൊ മാമാണ് ഇറങ്ങിയിട്ട് അത് ശരിയാക്കുന്നത്. അതിനുള്ള ശക്തി മുമ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, യൂണിറ്റിനെ കോർഡിനേറ്റ് ഒന്നും മുമ്പ് ചെയ്തിട്ടില്ല, അപ്പൊ അങ്ങ് ചെയ്യല്ലേ, അതിനുള്ള ശക്തി എവിടുന്ന കിട്ടിയ? അല്ല, അത് ശക്തി എന്നൊന്നും പറയാക്കില്ല, അതങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ശക്തിന്നോ ഇത് അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നിരിക്കണം എന്നോ അങ്ങനെയൊന്നും യാതൊരു പ്ലാനില്ല. ജീവിതം പ്ലാൻ ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ നാളെ എങ്ങനെ ആവണം അങ്ങനെ ആവണം. എനിക്ക് എന്നെ സംബന്ധിച്ചോളം, ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല, എനിക്ക് നാളത്തെ കാര്യത്തിന് പ്ലാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇന്നെന്തോ അത് സംഭവിച്ചാൽ അങ്ങനെ പോവും. അല്ലാതെ നാളെ എങ്ങനെ ആവണം അങ്ങനെ ആവണം അത് യാതൊരു ഉദ്ദേശം എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു, അന്ന് അങ്ങനെ ഒരു ഏറ്റെടുക്കണതിൻ്റെ ഒരു ചുമതല എനിക്ക് കിട്ടി, ഞാൻ ഏറ്റെടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ഗ്രേറ്റസ്റ്റ് പെർഫോമൻസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആളുകൾ അവാർഡാണോ ആളുകളുടെ ഈ അനുമോദനാണോ? അനുമോദനമാണ്. ഒരു 4 പേര് സെലക്ട് ചെയ്യുന്ന ഒരു അവാർഡല്ലല്ലോ നമുക്ക് അത്യാവശ്യം. 100,000 പേര് അനുമോദിക്കുന്നതല്ലേ വലിയ കാര്യം. ഏതാ നല്ലത്? 100,000 പേര് അനുമോദിക്കുന്നതന്നെ. അതിന് നമുക്ക് മുഖമുണ്ട്, അത് അവരുടെ മുഖത്ത് സത്യം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിപ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞത് തന്നെ നിങ്ങളുടെ മുഖത്ത് കാണാൻ എനിക്ക്, അതെനിക്കൊരു അംഗീകാരമാണ്. അതെ അതെ അതെ, അതൊരു അനുമോദനമാണ്. അല്ല, അത് വലിയ കാര്യമാണ്. ഈ വാതിൽ കടന്നു വരുന്ന മാമിന് അന്ന് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള മാമിൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ആരാ? ഇപ്പോഴും ചെന്നൈയിലേക്ക് വന്ന മാമിനെ വിസിറ്റ് ചെയ്യുന്ന ക്ലോസ് ഫ്രണ്ട്? ദൗത്യ ഉണ്ടല്ലോ അവിടെ, അവളുണ്ട്. പിന്നെ അങ്ങനെയല്ല, എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറും. ജസ്റ്റ് എല്ലാവരുടെ അടുത്തും. ഇപ്പം മെനിങ്ങാന്ന് രാധ വന്നു. അപ്പം അവരൊക്കെ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നത്. അല്ലാതെ ഞാനൊരു സീമയാണ് അവളൊരു രാധയാണ് അങ്ങനെയല്ല വരുന്നത്. എല്ലാവരും വരും പോവും. വരുന്നവരൊക്കെ സന്തോഷമായിട്ടിരിക്കും, വരുന്നവർക്ക് ആഹാരം കൊടുക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാത്തുവാക്കൽ 2 കാതൽ എന്നുള്ള സിനിമയുടെ അകത്ത് മാം വേണം ആ റോളിലേക്ക് എന്ന് പറയുന്നത് നയൻതാരയാണ് എന്നുള്ളത്. അതെ, അവരൊരു വലിയ ആർട്ടിസ്റ്റാണ്, നിങ്ങൾ അവരെ ഇടൂ, അവർ ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളത്. പിന്നീട് നയൻതാരയെ പറ്റി ഇതിനോട് സംസാരിച്ചിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്? ആ ബഹുമാനം കൊടുത്തു എനിക്ക്. അത് ആ ഒരു അവർക്ക് ബാക്കിയുള്ളവർക്ക് എന്നെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഗൂഗിളിൽ പോയി തപ്പാണ്. അപ്പം തപ്പിയിട്ട് അവർ പറയാണ്, അയ്യോ ഇവങ്ങളെ എപ്പടി നമ്മൾ സമാളിക്കരുതെന്ന് വെച്ചാൽ എങ്ങനെ ഞങ്ങൾ ഇതാക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു, നയൻ അങ്ങനെയൊന്നുമില്ല, അവർ നല്ലതാണ്, നല്ല കോപ്പറേറ്റ് ചെയ്യുന്നവർ. പോയപ്പോൾ അവർക്ക് ഹാപ്പിയായി, അത്രേ ഉള്ളൂ. മാമിൻ്റെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്. 1-2 ഞാൻ പറഞ്ഞു. ഒന്ന്, ഏറ്റവും അധികം MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നായിക നടി, ആദ്യമായിട്ട് മലയാളത്തിൽ 2ാമത് സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയിൽ അഭിനയിച്ച നടി, അതിന് പക്ഷേ ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് ആണ്. 3ാമത്തത് ആദ്യമായിട്ടൊരു ബുള്ളറ്റ് ഓടിക്കുന്ന രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട മലയാള നടിയും സിമി ചേച്ചിയാണ്. ആ ബുള്ളറ്റ് ഓടിച്ച് വയ്യാതെ എടുക്കുന്ന സിമി ചേച്ചിയെ വിളിച്ചത് അന്നത്തെ തമിഴ്നാട്ടിൻ്റെ ചീഫ് മിനിസ്റ്റർ MGR ആണ്. അതെ, അത് ആ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു കരുതലല്ലേ? പിന്നെ ഡെഫിനറ്റായിട്ടും. ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ സംഭവിച്ച 80-ലല്ലേ, 44 കൊല്ലമായല്ലേ. 28 വയസ്സൊന്നും പറയുന്നു, പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അത് ആ സംഭവം കേട്ടപ്പോഴേ നമുക്ക് ഭയങ്കര രോമാഞ്ചമായി പോയി. കാരണം മലയാളത്തിലത്തെ ഒരു ആർട്ടിസ്റ്റ് നായിക നടിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ആ നാടിന്റെ ചീഫ് മിനിസ്റ്ററിനെ വിളിച്ചിട്ട് നിനക്ക് ഇത് ചെയ്യേണ്ട കാര്യമാണോ എന്ന് ചോദിക്കാന്ന് പറയുന്നത്. പുള്ളിയും ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ടാണ് പുള്ളി അങ്ങനെ ചോദിച്ചത്. പുള്ളിയും സിനിമയിലല്ലേ ഉണ്ടായിരുന്നേ. അതെ അതെ അതെ. അപ്പം അതിൻ്റെ ഇത് എന്തുകൊണ്ടാണ് നീ ചെയ്തേ, ഡ്യൂപ്പ് ഇട്ടാൽ പോരായിരുന്നോ എന്ന്. അപ്പം അതുവരെ അവർ എന്നെ പഠിപ്പിച്ചത് ലെഫ്റ്റിൽ ബ്രേക്കും റൈറ്റിൽ ആക്സിലേറ്ററുമാണ്. അപ്പോൾ ഷൂട്ടിങ് സമയത്ത് തന്നത് റൈറ്റിൽ ബ്രേക്കും ലെഫ്റ്റിൽ ആക്സിലേറ്ററാണ്. അപ്പോൾ റൈറ്റിൽ ബ്രേക്ക് ഇടുമ്പം ഞാൻ ലെഫ്റ്റിൽ ഇടുമ്പോൾ മുഴുവനും ബ്രേക്ക് ഇടാമെന്ന് വിചാരിച്ച ആക്സിലേറ്റർ കൂട്ടുകയാണ് ഞാൻ. അങ്ങനെ കൊണ്ട് മരത്തിൽ ഇതാക്കിയതാണ്. ഏതോ ഒരു പയ്യൻ, ഒരു മെക്കാനിക്കാന്ന് തോന്നുന്നു, എതിരിൽ ചേച്ചി സീമയുണ്ട് അഭിനയിക്കാൻ എന്ന് പറഞ്ഞിട്ട് കയറി വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഒറ്റ ചവിട്ടി കൊടുത്തപ്പോൾ ബൈക്കോടെ എൻ്റെ മുകളിൽ, ഇല്ലെങ്കിൽ അന്ന് പോയേനെ ഞാൻ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂലായിരുന്നു. അല്ല, ആ പയ്യൻ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ പോയേനെ, ഞാൻ മുകളിൽ പോയേനെ, അപ്പോഴേ പോയേനെ. ബേസിക്കലി ഇങ്ങനെയാണോ അതോ ഞാൻ വന്നതുകൊണ്ട് ഇങ്ങനെ ആയതാണോ? ഇതാണ് സീമ. അയ്യോ എന്തൊരു ചിരിയാണ്, ചിരിക്കാൻ മാത്രമേ ഉണ്ടായതില്. ഞാൻ ഈ കുറേ ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ള റോഡുകളിലൊക്കെ മാമിനെ കണ്ടിട്ട്, ഈ വാർത്ത, അനുബന്ധം, അതുപോലെ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ കണ്ടിട്ട് ഞാൻ മാമിനെ ഭയങ്കര
സീരിയസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന. പക്ഷെ ഇപ്പൊ ഞാനിതാ കോമഡി പീസ് ഞാനെന്താ കോമഡി പീസായി പോയ? ഇല്ലില്ല, ഞാൻ പൊളിയാ. അവന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ മലയാള സിനിമയിൽ. ആണോ? ആ ശരി, ഓക്കെ, ചെയ്താ പോരാ. ഇപ്പോഴാണ് മനസ്സിലായത് ഒരു 10 വയസ്സ് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ലൈഫിന് ഇത്രയും കൗതുകത്തോടു കൂടി കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഓ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഇറ്റ്സ് ഗ്രേറ്റ് മീറ്റിംഗ് യു മാം. ഇല്ല, എനിക്ക് പറയാണ്ട് പണിക്ക് വേണ്ടി വന്നിട്ട്, പണി എന്ന് പറഞ്ഞ പടം എല്ലാവരും കാണണം കേട്ടോ. യെസ്, എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. ജോജു സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട്. അതിന് വർക്കിന് മറന്നിട്ടില്ല കേട്ടോമാ, നന്ദിയുണ്ട്. അനിയനാണ്. ജോജു സാറിനോട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം തന്ന് എന്നെ അഭിനയിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ നന്ദിയുണ്ട്. ബിക്കോസ് സ്റ്റിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയാണ്. നന്ദി, താങ്ക് യു. താങ്ക് യു. പണിയിലെ ഗിരിയുടെ അമ്മ പറയുന്നത് പോലെ അവന്മാരെ കയ്യെ കിട്ടിയാൽ ചതച്ചേക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ട്രെയിലറിനകത്ത്. ആരെ കിട്ടിയ? ഇപ്പൊ നിങ്ങളെ കിട്ടിയ ചതിക്കണം? എന്തോന്ന്, എവിടെ പോകുന്നു? പണിയിലെ ഗിരിയുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അവന്മാരെ കയ്യെ കിട്ടിയാൽ ചതച്ചേക്കണം. ആ പറയുന്ന സമയത്ത് അതിനൊരു പവർ ഉണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും മലയാളത്തിൽ വേക്കൻ്റ് ആണ്. അപ്പോൾ വേഗം തിരിച്ചു വരണം, ആളുകൾ വിളിക്കും. വരാം, നിങ്ങളുടെ പൊന്നാവട്ടെ. നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. നന്ദി. ആദ്യമായിട്ടാണ് ഒരു മീഡിയ ടീമിനെ ഇങ്ങോട്ട് കയറ്റുന്നതെന്ന് പറഞ്ഞു. അതിന് ഒരുപാട്